ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് വ്ളോഗുമായിട്ടാണ്. എനിക്ക് ഓർഡർ വന്നിട്ടുള്ള റാഫല്ലോ കേക്കിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങളും ഒരു റാഫല്ലോ കേക്ക് തയ്യാറാക്കി നോക്കൂ. കറക്റ്റ് ടേസ്റ്റിൽ ഈ കേക്ക് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ഡ്രസ് ഹാമ്പറും ഉണ്ടായിരുന്നു. ഇനി അതിന് വേണ്ടിയുള്ള സ്പഞ്ച് ഞാനിവിടെ റെഡിയാക്കി ഓവനിൽ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 40-45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി മുന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പി കാണാത്തവർ ഒന്ന് കാണണേ. അതേ സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഫ്ലോറും കൂടി ചേർത്ത് കൊടുത്താൽ റാഫല്ലോ കേക്കിനുള്ള സ്പഞ്ച് റെഡിയാവും. സ്പഞ്ച് റെഡിയാക്കാൻ വെച്ചപ്പോഴാണ് ഇതൊന്ന് വീഡിയോ എടുത്താൽ എന്നൊരു പ്ലാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്പഞ്ച് റെഡിയാക്കുന്നത് കാണിക്കാൻ കഴിയാഞ്ഞത്. ഇനി നമുക്കിത് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും ചേർത്ത് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവനിൽ തന്നെയാണ് ഞാനിത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും ഒരു 40-45 മിനിറ്റിന് ശേഷം നമുക്കിവിടെ സ്പഞ്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് റെഡിയാക്കി ഇട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണണേ. ആ സെയിം റെസിപ്പിയിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ സ്പഞ്ച് റെഡിയാക്കിയിട്ടുള്ളത്. സ്പഞ്ച് ചൂടാറിയതിന് ശേഷം ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം എങ്ങനെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാം എന്നത് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണണേ. പിന്നെ കേക്കിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ചൂടാറിയതിനു ശേഷം നമുക്ക് കേക്കിന് യൂസ് ചെയ്യാം. അതേപോലെ ഞാനിവിടെ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ആൽമണ്ടാണിത്. ക്രീമിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ളത്. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആൽമണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തുള്ള കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള സിറപ്പാണ്. കോക്കനട്ട് മിൽക്കിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഞാൻ ഈ സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം. അതിൽ നിന്ന് കുറച്ച് ക്രീം ഫൈനൽ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ക്രീമിലേക്ക് വേണം ആൽമണ്ട് ഫ്ലോറും കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കാൻ. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും ഐസിങ് ഷുഗറും ചേർത്തിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി ക്രീമിലേക്ക് നമുക്ക് ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോറും ചോക്ലേറ്റ് ഗനാഷും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരിക്കലും ക്രീമിൽ എന്തെങ്കിലും മിക്സ് ചെയ്യുമ്പോൾ സ്പീഡിൽ മിക്സ് ചെയ്യാനോ കുത്തി ഇളക്കാനോ പാടില്ല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ക്രീമിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ അതിലേക്ക് ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ ഒരു 4-4.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ചേർത്ത് ക്രീമിൽ മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് റാഫലോയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. ഒരു ക്രീമിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ക്രീമിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ക്രീം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ക്രീം ലൂസായി പോകാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു റാഫല്ലോ കേക്ക് തയ്യാറാക്കി നോക്കൂ. കസ്റ്റമറെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുള്ളൊരു കേക്കാണിത്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് ഈ റാഫല്ലോ കേക്ക്. 1 kg മെഷർമെൻറ്റിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. 1 kg കേക്കിന് 1.25 കപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1.25 കപ്പ് ക്രീം എടുത്തിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഇത് 1 kg കേക്കിന് കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇനി നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. ഓവർ വെറ്റായിരിക്കണ്ട. കോക്കനട്ട് മിൽക്ക് വെച്ച് വെറ്റ് ചെയ്തെടുക്കുമ്പോൾ കോക്കനട്ടിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കേക്കിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആൽമണ്ടൊക്കെ ചേർത്തിട്ടുള്ള ഈ ക്രീം ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കാം. ഓരോ ലെയറിലും ക്രീം സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈവനായിട്ട് വേണം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ലെയർ ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം.
ചോക്ലേറ്റ് ഗനാഷ് ഞാൻ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഈവനായിട്ട് ഈ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വാങ്ങാൻ കഴിയുന്നതാണ്. ഇത് നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. ആൽമണ്ട്സ് ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടില്ല. കേക്ക് കഴിക്കുമ്പോൾ ഓരോ ലെയറിലും ഇങ്ങനൊരു ബൈറ്റ് കടിക്കാൻ വേണ്ടിയിട്ടാണ് ആൽമണ്ട്സ് അധികം ക്രഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ. ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആൽമണ്ട്സും ചേർത്തിട്ടുള്ള ഈ ക്രീം ഇതിൻ്റെ ടോപ്പിലായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂട്യൂബിലൊരു ന്യൂ കമ്മറാണ്. എനിക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കുറവുകളും ഉണ്ടാവും. എന്തെങ്കിലും നികത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ ഒന്ന് അറിയിക്കണേ. കൂടാതെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്നെ സക്സസ് ആക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് ബാക്കി ഡെസിക്കേറ്റഡ് കോക്കനട്ടും ക്രഷ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും ചേർത്ത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി. എന്തായാലും ഇഷ്ടപ്പെടും. മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിന് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് ഓർഡേഴ്സ് എടുക്കുന്നതാണെങ്കിൽ തലേന്ന് തന്നെ കേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതാവും ബെറ്റർ. കാരണം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കേക്കിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈം എടുക്കുമ്പോൾ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ലെയറും വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നത് ടേൺ ടേബിളിൽ വെച്ചിട്ടാണ്. ബിക്കോസ് ബേസിൽ വെച്ച് ചെയ്യുമ്പോൾ ബേസിന് നനവ് തട്ടുമ്പോൾ ബേസിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി കേക്കിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരു നൈഫ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടേൺ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം. നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഇനി ക്ലീൻ ആയതിനു ശേഷം ഞാനിവിടെ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. ക്രം കോട്ട് ചെയ്യാതെ ഫൈനലൈസിങ്ങിന് പോകുമ്പോൾ കേക്കിൻ്റെ ചെറിയ ചെറിയ ക്രംസ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത്. ഞാനിവിടെ ക്രം കോട്ട് നേരത്തെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുള്ള ക്രീം കൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫൈനലൈസിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്ലെയിൻ ക്രീം യൂസ് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എങ്കിലേ ഫൈനലൈസിങ് ചെയ്യുമ്പോൾ കേക്കിനൊരു വൃത്തി ഉണ്ടാവും. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബേസിൽ ഞാനിവിടെ ഇത്തിരി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേസിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. ഒന്നും വിചാരിക്കരുത്, കറണ്ട് ഒന്ന് പോയതാണ്. കേക്കൊന്ന് കൂളാൻ വെച്ചതിന് ശേഷം ഞാനിവിടെ ഫൈനലൈസിങ്ങിന് വേണ്ടിയിട്ട് കേക്ക് എടുത്തിട്ടുണ്ട്. ഞാനെപ്പോഴും ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത് സൈഡ് പോർഷനിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് പോർഷനിൽ നിന്ന് ക്രീം ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. ബിഗിനേഴ്സ് ആണെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്നതാകും കൂടുതൽ ബെറ്റർ. അല്ലെങ്കിൽ കേക്കിൻ്റെ ക്രംസൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കേക്കിന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഈ വെച്ചിട്ടുള്ള ഈ ഒരു ഡയറക്ഷനിൽ വേണം കൈ വെക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ ജസ്റ്റ് കേക്കിലൊന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. ഓവറായിട്ട് പ്രഷർ ചെയ്തിട്ട് കേക്കിൽ ക്രീം അപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ കേക്കിൻ്റെ ക്രീം അതിൽ നിൽക്കത്തുമില്ല, കേക്കിൻ്റെ ക്രംസ് പുറത്തേക്ക് വരികയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ക്രീം ആവാത്ത പോർഷനിലൊക്കെ ഞാൻ ക്രീം ഒന്നുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിനെ കുറിച്ച് അത്യാവശ്യമായിട്ടുള്ള ഒരാൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരും. ഇപ്പോൾ ക്രീം എല്ലാ ഭാഗത്തും ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ആയി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രൈപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. സ്ക്രൈപ്പർ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് വേണം ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കേക്കിൻ്റെ ബേസ് അല്ല റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ടേൺ ടേബിളാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സ്ക്രൈപ്പറും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ട. കേക്കിന്മേൽ വെച്ചിട്ടുള്ള ഈ സ്ക്രൈപ്പർ ഒരിക്കലും അമർത്തി പിടിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ക്രീമും
ഈ സ്ക്രേപ്പർ ബെൽ കൂടെ പോരും. ടോപ്പ് പോർഷൻ ലെവൽ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം എപ്പോഴും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാലറ്റ് നൈഫ് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് വേണം ഓരോ പ്രാവശ്യവും ടോപ്പ് പോർഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും നമുക്ക് സൈഡ് പോർഷൻ ക്ലീൻ ചെയ്തെടുക്കാം. ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഐസിങ്ങിലാണ്. സ്പഞ്ചും കാര്യങ്ങളും ഏതൊരാൾക്കും ഇപ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. ഈ ഫൈനൽ ഐസിങ്ങിലാണ് ഏകദേശം ആൾക്കാർക്കും ടൈം പോകുന്നതും വൃത്തിയില്ലാതെ വരുന്നതും. വൃത്തി ഞാൻ ഉദ്ദേശിച്ചത് ആ വൃത്തിയല്ല, ഫൈനൽ ഐസിങ്ങിലുള്ള ഫിനിഷിങ്ങിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടൈമിലാണ് എന്തെങ്കിലും ബൾജിങ്ങോ എവിടെയെങ്കിലും ക്രീം ഫില്ല് ചെയ്യാത്തതോ ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഇതിൻ്റെ പാലറ്റ് നൈഫ് കഴുകിയെടുത്തിട്ട് ടോപ്പ് പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്ത ടോപ്പ് പോർഷനിൽ നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ്. ഇവിടെ എനിക്ക് ഏകദേശം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് ഇത്ര ഫിനിഷിങ് വേണമെന്നില്ല, കാരണം ഇതിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെയാണ് ഈ കേക്കിലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. റാഫലോ കേക്കിൻ്റെ നോർമൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് റാഫലോ കേക്കിന് കറക്റ്റ് ടേസ്റ്റും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കണേ. സൈഡ് പോർഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ടോപ്പ് പോർഷനിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും ക്രീമിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ക്രീം അപ്ലൈ ചെയ്യുമ്പോഴായാലും ഇങ്ങനെ എന്തെങ്കിലും ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോഴായാലും ജസ്റ്റ് സോഫ്റ്റായിട്ട് വേണം കേക്കിൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് പോർഷൻ ഒന്നാകെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു റാഫലോ കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ കണ്ടല്ലോ. ഇനി ഇതിൻ്റെ കസ്റ്റമൈസ്ഡ് ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫ്ലവറും ബേബി ബർത്തും വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്രഷ് ഫ്ലവറാണ് കസ്റ്റമർ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സിൻ്റെ ബണ്ടിലിൽ ഞാനിവിടെ സെല്ലോ ടാപ്പ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഏത് കേക്കിനും ഫ്രഷ് ഫ്ലവർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബണ്ടിൽ ഇങ്ങനെ സെല്ലോ ടാപ്പോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ ചുറ്റി കൊടുത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കേക്കിൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാൻ പാടില്ല. ഓരോ ഹോം ബേക്കറുടെ കയ്യിൽ നിന്നും കസ്റ്റമേഴ്സ് കേക്ക് വാങ്ങുമ്പോൾ നല്ല വൃത്തിയുള്ള ആയിരിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥതയോടു കൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് കൊടുക്കുന്ന അന്ന് രാവിലെയാണ് ഞാൻ ഇതെല്ലാം ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവേഴ്സ് എന്തെങ്കിലും വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ കേക്ക് കൊടുക്കുന്ന ആ സമയത്ത് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ളത് ഫെററോ റോഷർ ചോക്ലേറ്റ് ആണ്. ഫെററോ റോഷർ അവിടെ നിന്ന് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേക്കിൻ്റെ ഡെലിവറി സമയത്ത് അവിടെ നിന്ന് ഫെററോ റോഷർ ഇളകിപ്പോരാൻ ചാൻസ് ഉള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓർഡർ എടുക്കുന്ന കേക്ക് ആകുമ്പോൾ ഇങ്ങനെ എപ്പോഴും സെക്യൂർ ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഫോണ്ടൻറ്റിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കേക്ക് കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോൾ കേക്കിൻ്റെ ലുക്ക് തന്നെ മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി ഇതോടൊപ്പം തന്നെ നമുക്കൊരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സിൻ്റെ പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ഫോളോ ചെയ്യണം.